അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനാണെങ്കിൽ കുറച്ച് നാളായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ഇടുന്നില്ല. പക്ഷേ ഇപ്പം ഞാൻ ഇന്നൊരു അടിപൊളി മീൻകറി ഉണ്ടാക്കി. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളോടും കൂടെ അതൊന്ന് പറഞ്ഞു തരാമെന്ന്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ളതല്ലേ ഈ മീൻകറി എന്ന് പറയുന്നത്. അതും നല്ല കുടംപുളിയിട്ട് പറ്റിച്ച മീൻകറി. പക്ഷെ ഒരു കാര്യമുണ്ട്, എനിക്ക് ഈ മീനിൻ്റെ പേര് ഏതാണെന്ന് അറിയത്തില്ല. ഞാൻ പോയി മീൻ കടയിലെ ചേട്ടൻ എനിക്ക് വെട്ടിത്തന്നു, ഞാൻ കൊണ്ടുവന്ന് കറി വെച്ചു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേരറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ. അപ്പം ഞാൻ മീനിങ്ങനെ കൊണ്ടുവന്നു, അതിനെ നല്ലോണം വൃത്തിയാക്കി കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മൺചട്ടിയില്ലേ, അതിലേക്കാണെങ്കിൽ ഒരു 5 പീസ് കുടംപുളി, പിന്നെ കുറച്ച് ഉപ്പ്, കുറച്ച് കറിവേപ്പില, പിന്നെ കുറച്ച് വെള്ളം, ഇത്ര മതി കേട്ടോ. അതത്രയും കൂടി എടുത്ത് നല്ലോണം അങ്ങോട്ട് തിളപ്പിക്കണം. അപ്പം അങ്ങനെ നല്ലോണം തിളച്ച് വരുമ്പോഴത്തേക്കിന് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം അല്ലേ. അപ്പോൾ അതങ്ങോട്ടിരുന്ന് തിളച്ച് അതിൻ്റെ ആ പുളിയൊക്കെ അങ്ങോട്ട് ഇറങ്ങട്ടെ. അപ്പോൾ നമുക്ക് അന്നേരത്തേക്കിന് ഒരു 2 കുടം വെളുത്തുള്ളിയും 1 ഇഞ്ചിയും പിന്നെ കുറച്ച് പച്ചമുളക് വേണ്ടിയവർക്ക്, ഞാൻ പച്ചമുളക് ഇടും, എനിക്ക് പച്ചമുളക് ഇഷ്ടമാണ്, അതുകൊണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് റെഡി ആയിക്കൊണ്ട് വന്നാലോ. വെളുത്തുള്ളിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. ഇവിടെ ഞങ്ങളെല്ലാവരും വെളുത്തുള്ളിയൊക്കെ ഒരുപാട് കഴിക്കുന്ന ആൾക്കാരായതുകൊണ്ടാണ് ഞാൻ 2 കുടം എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ചട്ടിയിൽ പുളിയൊക്കെ ദേ ഇങ്ങനെ നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ഞാനിവിടെ ഒരു ചട്ടി വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചത് എൻ്റെ അതേ ഉണ്ടായിരുന്നുള്ളൂ. നിങ്ങൾ നല്ല വെളിച്ചെണ്ണ ഒഴിച്ചാൽ വളരെ നല്ലതായിരിക്കും. പിന്നെ കുറച്ച് കടുകിട്ടു, പിന്നെ ആസ് യൂഷ്വൽ നമ്മുടെ ഉലുവ. അപ്പോൾ ഉലുവയും കൂടെ ഒരു ഇച്ചിരി, ഉലുവപ്പൊടിയാണെങ്കിൽ ലാസ്റ്റ് ഇട്ടാൽ മതി, ഞാൻ ഉലുവ ആയതുകൊണ്ടാണ് നേരത്തെ ഇട്ടത്. പിന്നെ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് വാടി വരട്ടെ അവിടെ അല്ലേ. അതൊന്ന് വാടി വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബാക്കി പരിപാടികൾ ചെയ്യാം. അപ്പോൾ അത് നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുത്ത് നല്ലോണം വാടി അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് ഇവിടെ പൊടികളൊക്കെ ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിനിടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കതൊക്കെ ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ പക്ഷേ ഇപ്പം ചേർക്കുന്നില്ല, മസാലയൊക്കെ ഇട്ടതിന് ശേഷമേ ചേർക്കുന്നുള്ളൂ. അപ്പം മസാലയായിട്ട് ഞാൻ കുറച്ച് മുളക് പൊടി, കുറച്ച് ഫിഷ് മസാല, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, അതത്രയുമാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഒരു 3 സ്പൂൺ വെച്ച് ഉണ്ടാവും രണ്ടും. എന്നിട്ട് അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. എടുത്തു വെച്ചിട്ട് ഇനി നമുക്കതിട്ട് നല്ലോണം അങ്ങോട്ട് മൂപ്പിക്കാം. അപ്പം ഞാനിപ്പോൾ ഇതിട്ടിട്ടുണ്ട്, ഇട്ട് നല്ലോണം മൂപ്പിക്കുന്നുണ്ട്. നല്ലോണം മൂപ്പിക്കാന്ന് വെച്ചാൽ കളറൊന്നും അധികം മാറണ്ട. കളർ മാറുന്നതിന് മുമ്പ് നമുക്ക് ഈ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന പുളി ഇട്ടാൽ വെള്ളമില്ലേ, പുളി ഇടണ്ട. അപ്പോൾ നല്ലോണം പുളി ഇറങ്ങിയിട്ടുണ്ടാകും, നമുക്ക് അതങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. അതങ്ങോട്ട് ഒഴിച്ചു കൊടുത്ത് അത് നല്ലോണം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഇനി അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് ഞാനിപ്പോൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് നമുക്കതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇച്ചിരി കൂടെ ഒന്നാവട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടെ ആവശ്യത്തിന് നമുക്ക് ആവശ്യമുള്ള ചാറിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാനിവിടെ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇതൊന്ന് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതങ്ങോട്ടിരുന്ന് നല്ലോണം അങ്ങോട്ട് തിളയ്ക്കട്ടെ. അപ്പോൾ അതങ്ങോട്ട് നല്ലോണം തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കിവിടെ സുന്ദരക്കുട്ടപ്പനാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ മീൻ കഷ്ണങ്ങളുണ്ടല്ലോ, അതങ്ങോട്ട് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തിൽ പ്രത്യേകിച്ച് ഞാനൊരു സാധനം ഇടുന്നുണ്ട്, മീനിൻ്റെ തല. ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണത്. അപ്പോൾ അതും ഞാൻ നല്ലോണം വൃത്തിയാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. ആ ചെറിയ തലയും കൂടെ അതിൻ്റെ അകത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം അത് കിടന്ന് അങ്ങോട്ട് തിളയ്ക്കട്ടെ. കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്ക് നല്ലോണം തിളച്ച് നല്ലോണം പറ്റി വരും. ഇപ്പം നല്ലോണം തിളച്ച് വരുന്നുണ്ട്. അപ്പം ഞാൻ മീനിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തു. വേണ്ടതാണ് ഞാൻ പറഞ്ഞ തല. എനിക്ക് തല ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തലയും കൂടി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ മീൻ ഇതിൻ്റെ അകത്തിലോട്ട് എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിരുന്ന് നല്ലോണം അങ്ങോട്ട് പറ്റി വരട്ടെ. അപ്പോൾ അതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം തിളയ്ക്കുന്നത് കണ്ടില്ലേ, നല്ലോണം തിളച്ച് വരട്ടെ. തിളച്ച് നല്ലോണം ഒന്ന് കുറുകി വരണം. കുറുകി വരുമ്പോഴാണ് നമ്മുടെ ആ ഒരു ശരിക്കുള്ള കൺസിസ്റ്റൻസിയിലോട്ട് എത്തുന്നത്.
അപ്പം നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി പുളിയൊക്കെയുള്ള നല്ല മീൻകറിയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും എന്തിൻ്റെ കൂടെ വേണേലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഭവങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ ഇത് കൂട്ടാവുന്നതാണ്. അപ്പം അങ്ങനെ നമ്മുടെ മീൻകറി ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം. താങ്ക്